ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും മുഖ്യ കാരണം മനസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ മനസ്സിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കുക എന്ന ഇത് ആരും ചെയ്തു കാണുന്നില്ല. കാരണം അത് ഇത്തിരി വിഷമം പിടിച്ച ഒരു പണിയാണ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും വിഷമമേറിയതാകയാൽ മനസ്സിൻ്റെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കലാണ് സാധാരണ മനുഷ്യരുടെ സ്വഭാവം. തനിക്ക് ഇഷ്ടവും അനിഷ്ടവുമായതെന്തോ ആ ഇഷ്ടപ്പെട്ട വസ്തുക്കളെ തനിക്ക് സ്വായത്തമാക്കണം. ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ അങ്ങേയറ്റത്ത് വെറുക്കപ്പെടുകയും ചെയ്യുന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്. ആ മനസ്സിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഒരാൾക്കും തന്നെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ നാം ഒരിക്കലും സാധിപ്പിച്ച് കൊടുക്കരുത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ മനസ്സ് സ്വാധീനമാകും. സ്വാധീനമായ മനസ്സോ മഹത്തായ ശക്തിവിശേഷമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വിചാരം ചെയ്യിലിന്നെല്ലാ വിധികൾക്കും ജഗത്തിതിൽ മനോനിഗ്രഹമല്ലാതെ മറ്റെന്താ ശരിയാം ഫലം. വിചാരം ചെയ്യിലിന്നെല്ലാ വിധികൾക്കും ജഗത്തിതിൽ, ഈ ലോകത്തിൽ എല്ലാ പ്രതിവിധികൾക്കും, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പ്രതിവിധികൾക്കും ഏക കാരണമായിരിക്കുന്ന മനസ്സിനെ നിഗ്രഹിക്കുകയല്ലാതെ വേറെ പോംവഴിയില്ല എന്നാണ്. നിഗ്രഹിക്കുക എന്നാൽ മനസ്സിനെ നിഗ്രഹിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിഗ്രഹിക്കുക എന്നാൽ മരിക്കുക എന്ന്. കാരണം മരിക്കാത്ത മനസ്സിനെ കൊല്ലാൻ ആർക്കും സാധിക്കുകയില്ല. അതിനാൽ നിഗ്രഹിക്കുക എന്നാൽ കൊല്ലുക എന്നല്ല ഇവിടെ അർത്ഥം, സ്വാധീനമാക്കുക എന്നാണ്. മനസ്സിൻ്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും നാം അടിമയാകാതിരിക്കുമ്പോൾ മനസ്സ് നമ്മുടെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് സ്വാധീനമാകുന്ന മനസ്സിനെയാണ്, നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന മനസ്സിനെയാണ് നിഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഒരു വസ്ത്രത്തിൻ്റെ നൂല്, ഈടും പാവും ആണൊരു വസ്ത്രം എന്ന വസ്തുത അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മനസ്സും അതേപോലെ. ആ നൂലുകൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ വസ്ത്രം എന്ന ഒന്ന് അവിടെ ഇല്ല. ആ നൂലുകൾ, ഈടും പാവുമായിരിക്കുന്ന നൂലുകളെ മാറ്റിയാൽ വസ്ത്രം മരിക്കുന്നു. അതാണ് ഇവിടെ നിഗ്രഹിക്കുക. അതുപോലെ ആശകളും നിരാശകളെ കൊണ്ടും നിർമ്മിച്ചെടുത്ത ഒരു വസ്ത്രം പോലെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ ആശകളും നിരാശകളും ഇല്ലാതെയായി കഴിയുമ്പോൾ മനസ്സെന്ന വ്യവഹാരം അവിടെ ഇല്ല. പിന്നെ അവിടെ ശേഷിക്കുന്നത്, ആ മനസ്സിൻ്റെ സ്ഥാനത്ത് ശേഷിക്കുന്നത് ആ ഈശ്വര സത്ത തന്നെയാണ്, ഉണ്മയാണ്, ചൈതന്യമാണ്, ഈശ്വരൻ തന്നെയാണ് മനസ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിത്തം ചലിക്കുകിൽ സംസാരമായി, ചിത്തം ലയിക്കുകിൽ മോക്ഷവുമായി. മോക്ഷമെന്നാൽ ഈശ്വരൻ്റെ ആ പദത്തിലേക്ക് നാം ഉയരുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ടാണ്, ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് മനസ്സ് വികൃതമായിത്തീരുന്നത്. എന്നാൽ അതേ മനസ്സ് തന്നെ തൻ്റെ ബോധതലത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ മനസ്സ് തന്നെ മഹത്തായ ശക്തിയുടെ ഉറവിടമായിത്തീരുന്നതാണ്. അതുകൊണ്ടാണ് മനസ്സിനെ നാം നിയന്ത്രണ വിധേയം ആക്കണം എന്ന് പറയുന്നത്. മനസ്സ് നിയന്ത്രണ വിധേയമാക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമുക്ക് സ്വാധീനമാകും.
ശരീരമാകുന്ന രഥത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന കുതിരകൾ അതാത് വഴിക്ക് പോകുമ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്ന മനസ്സും അതിനെ വലിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ ആ മനസ്സിനെ ഒരു നിയന്ത്രണമുള്ള കടിഞ്ഞാണായി നാം സ്വീകരിക്കുകയാണെങ്കിൽ ബുദ്ധി കൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഈ രഥത്തിൻ്റെ സാരഥി അതിൽ ഇരിക്കുന്ന ബുദ്ധിയാണ്. ആ ബുദ്ധിയുടെ ഈ മനസ്സാകുന്ന കടിഞ്ഞാൺ ബുദ്ധിയുടെ കൈകളിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര ഏറ്റവും ശോഭനമായി തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ശരീരം നശിക്കുന്നതിന് മുമ്പേ പരമസത്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നാം വിചാരം ചെയ്യിലിന്നെല്ലാ വിധികൾക്കും ജഗത്തിതിൽ മനോനിഗ്രഹമല്ലാതെ മറ്റെന്താം ശരിയാം ഫലം.